ഹായ് ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് 8 സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് അതിലെ പ്രോബ്ലംസ് ആണ് അല്ലേ. അപ്പോൾ അതിലെ പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ. അതിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിൽ 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൽ എ ബി സി ഡി അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഒ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ആംഗിൾ 80 എന്ന് കൊടുത്തിട്ടുണ്ട്, 80 ഡിഗ്രി. അതുപോലെ ഈ ആംഗിളും 80 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്കിളിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ബി സി എന്ന് പറയുന്നത് ഡയഗണലാണ് അല്ലേ. അതുപോലെ എ ഡി എന്ന് പറയുന്നത് ഡയഗണലാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇത് ഒ എന്നാണ് നമ്മൾ സെൻറ്ററിന് പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എ ഒ എന്ന് പറയുന്നത് എന്താ? ആ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ. അതുപോലെ ഒ സി റേഡിയസ് ആണ്, ഒ ഡി റേഡിയസ് ആണ്, ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ് അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സർക്കിളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ദ പിക്ചർ ഒ എന്ന് പറയുന്നത് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് ഒ. ആൻഡ് എ കോമ ബി കോമ സി കോമ ഡി ആർ പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. ഈ സർക്കിളിൽ വരുന്ന പോയിൻറ്റുകളാണ് ഇത്. എ ബി സി ഡി ആർ ദ പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. ആർ ദ ലൈൻസ് എ ബി ആൻഡ് സി ഡി ഈക്വൽ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണോ എന്ന്. ഏതാ എ ബി എന്ന് പറഞ്ഞ സൈഡ്? ഇതല്ലേ, ഈ നീല ബ്ലൂ ലൈൻ. ഞാൻ ബ്ലൂ ലൈൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട് എ ബി. അതുപോലെ സി ഡി, ഈ ബ്ലൂ ലൈൻ. ഇത് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതിൽ നമുക്ക് 2 ട്രയാങ്കിൾസ് കാണാം അല്ലേ. അതായത് എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണാം, സി ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും കാണാം. കണ്ടുകൂടെ നമുക്ക്? ഓക്കെ, അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിൽ നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലൂ ലൈൻസ് ആ ട്രയാങ്കിളിൽ വരുന്ന സൈഡല്ലേ. അപ്പോൾ ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആകുമ്പോൾ നമുക്കത് ഈക്വൽ സൈഡുകൾ നമുക്ക് ഈക്വലാണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ 2 ട്രയാങ്കിളുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാമെന്ന് പോവാം. അതിൽ നമുക്കറിയാവുന്ന റൂൾസൊക്കെ ഞാൻ മുമ്പ് നമുക്ക് അറിയാവുന്ന റൂൾസൊക്കെ പറയാറുണ്ട് എപ്പോഴും. ഏതാണ്? എസ് എസ് എസ്, എസ് എ എസ്, എ എസ് എ. ഈ റൂൾസൊക്കെ വെച്ചാണ് നമ്മൾ ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാം. എസ് 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 എന്ന് പറഞ്ഞാൽ 3 സൈഡുകളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ എസ് 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 റൂളാവും. ഇനി എസ് എ എസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈഡും അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ 2 റെഡ് ലൈനും അതിൻ്റെ ഇടയിൽ വരുന്ന ഈ 80 എന്ന് പറഞ്ഞ ഡിഗ്രി ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഈ 2 ലൈനും ഇതിൻ്റെ ഇടയിൽ വരുന്ന 80യും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ എന്തായി? എസ് എ എസ് ആയി. ഇനി എ എസ് എ എന്താ? 2 ആംഗിളും അതിൽ വരുന്ന സൈഡും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒ സി എന്ന് പറയുന്ന ലൈനാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഈ ആംഗിളും ഈ 80 എന്ന് പറയുന്ന ആംഗിളും പിന്നെ ഈ അറ്റത്ത് വരുന്നൊരു ആംഗിളും, അങ്ങനെയാണ് എ എസ് എ. പക്ഷേ എ എസ് എ നമുക്കിവിടെ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് ചാൻസ് കുറവാണ്. കാരണം എന്താണ്? നമുക്ക് ഈ ഭാഗത്ത് ഈ 2 ലൈനാണ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലും നമുക്ക് ഈ എസ് എ എസ് റൂളായിരിക്കും ഇതിൽ പറ്റുക. നോക്കൂ നിങ്ങൾ, ഈ ലൈനും ഇതിൻ്റെ റേഡിയസുകളാണ് അല്ലേ. അതുകൊണ്ട് അവർ ഈക്വലാണ്. അതുപോലെ അതിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ 80 ഉണ്ട് അല്ലേ. അത് ഇവിടെയും ഈക്വൽ അല്ലേ. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റൂള് വെച്ചിട്ട് ഈ 2 ട്രയാങ്കിൾ സെയിം ആണ്, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ സ്റ്റെപ്സ് എഴുതി നോക്കാം. ആദ്യം നമുക്ക് എന്തെഴുതാം? കൺസിഡർ ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ഇത് ഈ ലെഫ്റ്റിലെസ് ട്രയാങ്കിൾ, അതായത് എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ ഇത് സി ഒ ഡി. ഈ 2 ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം?
ഈ ട്രയാങ്കിളിൽ വരുന്ന സൈഡുകൾ നോക്കിയേ. ഒ എ എന്താണ്? ഒ എയും നോക്കിയേ ഈ ഒ ഡിയും ഈക്വൽ അല്ലേ? അപ്പോൾ ഒ എ ഇസ് ഈക്വൽ ടു ഒ ഡി അല്ലേ? കാരണം എന്താ? ഒ എ ഇതിൻ്റെ റേഡിയസ് ആണ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതുപോലെ ഒ ഡിയും റേഡിയസ് ആണ് അല്ലേ? റേഡിയൈ ഓഫ് സർക്കിൾ അല്ലേ? സർക്കിളിൻ്റെ റേഡിയൈ ആണ്. അടുത്തത് നോക്കിയേ, ഈ സൈഡുകൾ നോക്കിയേ. CO അല്ലെങ്കിൽ ഒ സി ഇസ് ഈക്വൽ ടു ഒ ബി അല്ലേ? ഒ സിയും ഒ ബിയും ഈക്വൽ ആണ്. കാരണം എന്താ? അതും റേഡിയൈ ഓഫ് സർക്കിളാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഈ ആംഗിൾ നോക്കിയേ. സിഒഡിയും എ ഒ ബിയും ഈക്വൽ അല്ലേ? 80, രണ്ടും 80 അല്ലേ? അപ്പോൾ അത് എഴുതാം. കാരണം ആ രണ്ട് സൈഡുകളുടെ ഇടയിൽ വരുന്ന ആംഗിളാണ് അല്ലേ അത്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്തെഴുതാം? ഈ ആംഗിൾ COD ഈക്വൽ ടു ആംഗിൾ AOB. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. ഇനി അതെന്താ കാരണം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് അത് 80 ഡിഗ്രി ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ എഴുതുകയും ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. അപ്പോൾ നോക്കൂ, രണ്ട് സൈഡും അതുപോലെ ഒരു ആംഗിളും നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു SAS റൂൾ, ഏത് റൂളാണ് ഇത്? രണ്ട് സൈഡും ഒരു ആംഗിളും SAS റൂൾ, ട്രയാങ്കിൾസ് AOB ആൻഡ് COD ആർ ഈക്വൽ. അത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നോക്കിക്കേ, ഈ 80യുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തല്ലേ? അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡല്ലേ ഈ CD, അതുപോലെ ഈ 80യുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡല്ലേ AB. അപ്പോൾ സെയിം ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും സെയിം ആയിരിക്കുന്ന നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ. അപ്പോൾ നമുക്കത് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ CD is equal to AB. എന്താ കാരണം? sides opposite to same angles of equal triangles അല്ലേ? ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ സെയിം ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സൈഡ് ഈക്വൽ ആണോ? നമ്മളത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു സർക്കിള്, അതിൻ്റെ ഉള്ളിൽ ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിള്, പിന്നെ AO ആണ് അതിൻ്റെ സെൻറ്റർ. AO എന്ന് പറയുന്നൊരു ലൈൻ ഉണ്ട്, OB OC. അപ്പോൾ ഈ OA OB OC ഒക്കെ സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ ഓർക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്കിത് പ്രൂവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഇൻ ദ പിക്ചർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് A, B, C ആർ ദ പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. നമുക്ക് മനസ്സിലായി അല്ലേ? ഇതൊരു സർക്കിളാണ്, അതിൻ്റെ സെൻറ്റർ O ആണ്. അതിൻ്റെ സർക്കിളുമേ A എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, സർക്കിളും ഒരു B എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, സർക്കിളും ഒരു C എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നു. ഇനി ആംഗിൾ AOB ആൻഡ് ആംഗിൾ AOC ആർ ഈക്വൽ. രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഏതൊക്കെ ആംഗിളാണ്? ആംഗിൾ AOB. ഏതാണ് ആംഗിൾ AOB? ഇതാ AOB, ഈ ആംഗിൾ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഈ ആംഗിൾ. അതും ആംഗിൾ AOC ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർ ദ ലൈൻസ് AB ആൻഡ് AC ഈക്വൽ. ABയും ACയും ഈക്വൽ ആണോ എന്നാണ്. ഏതാണ് AB എന്ന് പറയുന്നത് ഈ ലൈനും AC എന്ന് പറയുന്നത് ഈ ലൈനും അല്ലേ? ഇവർ ഈക്വൽ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്കും അറിയാം, നമുക്ക് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അവർ ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ABയും ACയും അതിൻ്റെ സൈഡുകളാണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ അങ്ങനെ ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഏത് രണ്ട് ട്രയാങ്കിൾ എവിടെ എടുക്കേണ്ടത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്? നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ AOBയും
എയോ സിയും. അപ്പോൾ നമുക്ക് എഴുതാം ആൻസർ എന്താണ്? കൺസിഡർ ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? എ ഒ ബി ആൻഡ് എ ഒ സി അല്ലേ? കൺസിഡർ ട്രയാങ്കിൾസ് എ ഒ ബി ആൻഡ് എ ഒ സി. ഈ 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. അടുത്ത നമുക്കിതിന്ന് എന്ത് മനസ്സിലാക്കാം? നോക്കൂ, ഈ ഒ ബി എന്ന് പറയുന്ന സൈഡ് നോക്കിയേ, ഈ ട്രയാങ്കിളിൽ വരുന്ന സൈഡല്ലേ ഒ ബി എന്ന് പറയുന്ന സൈഡ് നോക്കിയേ. ഈ ഞാനിപ്പോൾ ബ്ലൂ ലൈനിൽ കൊടുത്തിട്ടുണ്ട് ഒ ബി. അതുപോലെ ഒ സി നോക്കൂ, ഈ ഒ ബിയും ഒ സിയും എന്താണ്? ഒ ബി ആൻഡ് ഒ സി എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് അല്ലേ, ഈ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? അപ്പോൾ അവർ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒ ബി ഈക്വൽ ടു ഒ സി. എന്താ എഴുതുക? കാരണം റേഡിയൈ ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു സൈഡ് ഇവിടെ നോക്കിയേ. എന്താ? ഒ എ, അതും റേഡിയസ് അല്ലേ? അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 2 ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നെയല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒ എ ഇസ് ഈക്വൽ ടു ഒ എ. എന്താ റീസൺ? റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ? റേഡിയസ് ഓഫ് ദ സർക്കിൾ. അത് ഈ 2 ട്രയാങ്കിളിൻ്റെ കോമൺ സൈഡ് കൂടെയാണ് അല്ലേ? അതുപോലെ കോമൺ സൈഡ് ഓഫ് ബോത്ത് ദ സർക്കിൾ. നമ്മൾ കൺസിഡർ ചെയ്ത 2 സർക്കിളിൻ്റെയും എന്താണ്? ബോത്ത് ദ ട്രയാങ്കിൾസ്. 2 ട്രയാങ്കിൾസിൻ്റെയും കോമൺ സൈഡാണത് അല്ലേ? നോക്കിയേ, ഈ എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും എ ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിളിലും വരുന്ന സൈഡല്ലേ ഈ ഒ എ? അപ്പോൾ ഒ എ ഇസ് ദ കോമൺ സൈഡ് അല്ലേ? അതുപോലെ റേഡിയൈ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് 2 സൈഡുകൾ ഈക്വലാന്ന് കിട്ടി. ഇനി ഇവിടെ 2 ആംഗിളുകൾ ഈക്വലാന്ന് ഇവർ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? ഈ 2 നോക്കൂ, ക്വസ്റ്റ്യനിൽ ആംഗിൾ എ ഒ ബി ആൻഡ് ആംഗിൾ എ ഒ സി ആർ ഈക്വൽ. ഇതല്ലേ എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ, ഇതല്ലേ എ ഒ സി എന്ന് പറയുന്ന ആംഗിൾ. അവർ ഈക്വലാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ഈ 2 സൈഡുകൾ, ഇതും ഈ 2 സൈഡും പിന്നെ ഇത് കോമൺ സൈഡ്, അവരുടെ ഇടയിൽ കിടക്കുന്ന ആംഗിളുകളല്ലേ ഇത്? അപ്പോൾ നമുക്കത് എഴുതാം അല്ലേ? ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് എഴുതാം. അപ്പോൾ ഈ ആംഗിളിന് എന്താ പേര്? എ ഒ ബി. ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ, ഈ ആംഗിളിൻ്റെ പേരെന്താ? എ ഒ സി ഈക്വൽ ആണ്. എന്താ റീസൺ? ഗിവൺ, നമുക്ക് തന്നിട്ടുണ്ട് അത് ഈക്വൽ ആണെന്ന് അല്ലേ? അത് ഗിവൺ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇപ്പോൾ നോക്കിയേ, 2 ആംഗിളും അതിൻ്റെ ഇടയിൽ വരുന്ന 2 സൈഡും അതിനിടയിൽ വരുന്ന ആംഗിളുകളും നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഏത് റൂൾ വെച്ചാൽ? SAS. അക്കോർഡിംഗ് ടു SAS റൂൾ, ട്രയാങ്കിൾ എ ഒ ബി ഈക്വൽ ടു ഈ ട്രയാങ്കിൾ ഈക്വൽ ടു ട്രയാങ്കിൾ എ ഒ സി. ഈ ട്രയാങ്കിളിന് ഈക്വലാണ് ഈ 2 ട്രയാങ്കിൾ കേട്ടോ. ഈ ട്രയാങ്കിൾ അല്ല, ഈ 2 ട്രയാങ്കിൾ അത് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ പച്ച കൊടുത്തിരിക്കുന്ന ലൈൻസ് അല്ലേ, എ ബിയും എ സിയും, അത് ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടിയല്ലേ? അപ്പോൾ എന്താ? ഈ 2 ആംഗിൾ, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഈ പച്ച. അതുപോലെ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഈ പച്ച സൈഡ് അല്ലേ? ഈ പച്ച എ സി എന്ന് പറയുന്ന സൈഡ്. അപ്പോൾ നമുക്ക് സെയിം ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ ഈക്വൽ ആണെന്ന് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? എ ബി ഇസ് ഈക്വൽ ടു എ സി. എന്താ റീസൺ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ഈക്വൽ ആംഗിൾസ്. ആരുടെയാ? ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. അതായത് ഈക്വൽ ട്രയാങ്കിളുകളുടെ ഈക്വൽ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളായ എ ബിയും എ സിയും ഈക്വലാണ്. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ എ ബി ഈസ് ഈക്വൽ ടു എ സി. ഓക്കെ.